ചേട്ടാ, ആ 2-3 ദിവസം മുമ്പുള്ള ഒരു വീഡിയോ കണ്ടു. ആ അത് ഇലക്ഷന് മുപ്പാടുള്ളത്. ഉം, അതിൽ ഭൂരിപക്ഷത്തെ പറ്റി ഒരു അഭിപ്രായം പറഞ്ഞല്ലോ. ഉം, 70-ൽ താഴെയാണെങ്കിൽ എൽ ഡി എഫും, ഉം, ഒരു 75-ൻ്റെ അവിടേക്ക് 74-75ഒക്കെ ആണെങ്കിൽ UDF-ഉം ഉം. വരും എന്നുള്ളൊരു അത് പറഞ്ഞു. ഉവ്വ. അപ്പോൾ അതിനെ പറ്റി ജോൺസേട്ടൻ്റെ ഒരു അഭിപ്രായം അറിയാനായിട്ടാണ്. ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷനിൽ നമ്മൾ ഇലക്ഷന് മുന്നേ പോളിംഗ് നടക്കുന്നതിന് മുന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ 70-ന് താഴെ പോളിംഗ് ശതമാനം വരണമെങ്കിൽ LDF-ന് എം സ്വരാജിന് ജയസാധ്യത എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നേരെ മറിച്ച് ഇപ്പോൾ പോളിംഗ് ശതമാനം 70-നും മുകളിൽ കടന്ന് ഒരു 74 റേഞ്ചിലേക്കാണ് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് അപ്പോൾ LDF-ൻ്റെ വിജയസാധ്യത അവിടെ മങ്ങിയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ LDF-ന് അവിടെ അടിസ്ഥാനമായിട്ട് കിട്ടാൻ ചാൻസ് ഉള്ള വോട്ടുകളുണ്ട്. പിന്നെ സ്വരാജ് എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. അതിൻ്റെ പേരിൽ സ്വരാജ് പിടിക്കുന്ന വോട്ടുകൾ അതൊക്കെ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പരമാവധി ഒരു 66,000 വോട്ട്, അതൊരു 70,000 വോട്ട് വരെയാണ് ചാൻസ് ഉള്ളത്. ആ ഒരു സാധ്യത പോളിംഗ് ശതമാനം കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അത് LDF-ന് വളരെ അനുകൂലമായിരുന്നു. ഇപ്പോൾ പോളിംഗ് ശതമാനം വർദ്ധിച്ചുകൊണ്ട് LDF-ൻ്റെ കാലകാലങ്ങളിൽ അവരുടെ വോട്ടുകൾ പരമാവധി പോൾ ചെയ്യപ്പെടുന്നുണ്ട്. UDF-ൻ്റെ വോട്ടുകളിലാണ് എപ്പോഴും പ്രശ്നം വരാറ്. ഇപ്പോൾ UDF-ൻ്റെ വോട്ടുകൾ പരമാവധി ഒരു ഭൂരിപക്ഷം പോൾ ചെയ്ത അവസ്ഥ വരുമ്പോൾ UDF-ന് എങ്ങനെ പോയാലും ഒരു 75,000-ൻ്റെ മുകളിലേക്ക് വോട്ട് കിട്ടാനുള്ള ചാൻസ് വളരെ അധികമാണ്. എങ്ങനെ പോയാലും ഏറ്റവും കുറഞ്ഞാലും 72 കിട്ടും. അപ്പോൾ ഈ LDF-ന് 70-ൻ്റെ മുകളിലേക്ക് എത്താൻ ചാൻസ് ഇല്ല. LDF-ൻ്റെ ആ ഒരു സാധ്യതയിൽ എങ്ങനെയാലും UDF ജയിക്കും, അതിൽ യാതൊരു തർക്കമില്ല. ഇനി ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് തർക്കമുള്ളത്. ഇനി ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ തർക്കമുള്ളത് LDF-ന് നമുക്ക് ഏറ്റവും കുറവുള്ള വോട്ട് 52,000 വരെ കിട്ടാം. LDF-ന് ഒരു പക്ഷേ 52,000-ലേക്ക് എത്താം. 52,000 ആണെങ്കിൽ UDF-ൻ്റെ വോട്ട് ഈ പറഞ്ഞ ഒരു 76,000 ഒക്കെ എന്തായാലും കിട്ടാനുള്ള സാധ്യത തള്ളുക. അങ്ങനെ വരുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ LDF-ൻ്റെ വോട്ടുകൾ കുറയും തോറും UDF-ൻ്റെ വോട്ട് വർദ്ധിച്ചില്ലെങ്കിലും സ്വാഭാവികമായിട്ട് ഇവിടെ ഭൂരിപക്ഷം വർദ്ധിക്കുന്നു. ശരിക്കും ഈ ഇലക്ഷനിൽ UDF-ന് വൻ വിജയം അല്ലെങ്കിൽ വൻ തരംഗം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു 85,000-ന് മുകളിൽ വോട്ട് UDF-ന് കിട്ടിയാലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. 80,000-ന് മുകളിലെങ്കിലും വോട്ട് UDF പിടിക്കുകയാണെങ്കിൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത്. ഇത് LDF-ന് കാലാകാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ പല കാരണങ്ങൾ കൊണ്ടും നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ആ വോട്ട് കുറവ് വരികയും UDF-ൻ്റെ വോട്ടിൽ കാര്യമായിട്ട് കുറവ് വരാതെ സംഭവിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഇപ്പോഴത്തെ നിലവിൽ വോട്ടിങ്ങിൻ്റെ പെർസെൻറ്റേജ് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൻ്റെ അവസാനത്തിൽ LDF സ്ഥാനാർത്ഥിക്ക് ഏക്കാൾ കൂടുതൽ വോട്ട് UDF-ന് കിട്ടും. മനസ്സിലായി? അത് LDF-ന്റെ കുറവ് വോട്ട് വരും തോറും UDF-ന് ഒരു 76,000, അത് 78, 80 വരെ വരാമെന്ന്. അത് 70, ഏറ്റവും കുറഞ്ഞത് UDF-ന് 72 ആണ്. LDF-ന് മാക്സിമം 70-ൻ്റെ മുകളിൽ കയറില്ലാണ്. അതുകൊണ്ടാണ് ഉറപ്പായിട്ട് ജയിക്കുന്നത് തോന്നുന്നത്. ഇനി ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ടോ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇതില് ഇനി ഡൗട്ടൊന്നുമില്ല. ആര് ജയിക്കും എന്നുള്ളതിന്റെ കാര്യം ഉറപ്പായില്ലേ? ജയിക്കുന്നുള്ളത് ഭൂരിപക്ഷത്തിന്റെ കാര്യം മാത്രമാണ് സംശയം. പക്ഷെ ഭൂരിപക്ഷം അപ്പൊ LDF-ന് 52-ലേക്ക് എത്തി കഴിഞ്ഞാൽ UDF-ന്റെ ഭൂരിപക്ഷം എത്ര? 62, 72, 20,000-ന് മുകളിൽ പോകുന്നു. മനസ്സിലായ? നേരെ മറിച്ച് LDF-ന് പരമാവധി ഒരു പിടിക്കുന്ന വോട്ട് പിടിക്കുകയാണെങ്കിലും അങ്ങനെ വരുന്ന LDF പരമാവധി ഒരു 65-ന് മുകളിലൊക്കെ വോട്ട് പിടിക്കുകയാണെങ്കിലാണ് UDF-ന് ഭൂരിപക്ഷം കുറവ് വരിക. പക്ഷെ LDF ജയിക്കുന്ന വിഷയമില്ല, എങ്ങനെ വന്നാലും UDF-ആണ് അവിടെ ജയിക്കുള്ളൂ. അതാണ് ഇപ്പോൾ ഈ പോളിംഗ് ശതമാനം വെച്ചിട്ട് കാലകാലങ്ങളിൽ നമ്മൾ അവിടുത്തെ മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തിൽ വോട്ടിൻ്റെ നിലയും കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് പറയാൻ പറ്റുന്നു. ഇനി വിസ്തരിച്ച് ഓരോ പഞ്ചായത്തിലെ പോളിംഗിൻ്റെ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ചാനലുകാർ, നമ്മുടെ മനോരമയോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റോ ഈ കൈരളിയോ ഈ 24, ഏത് ചാനൽ പറയണേക്കാളും സൂപ്പറായിട്ട് നമുക്ക് പറയാൻ പറ്റും, പ്രവചിക്കാൻ പറ്റും. അതിനുള്ള ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഇപ്പോൾ അത് അതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് നമ്മളിങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ കേട്ടോ.